ആലുവ മണപ്പുറത്ത് നാളെ നടക്കുന്ന കർക്കിടക വാവ് ബലിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ബലി അർപ്പിക്കാനായി 61 ബലിത്തറകളാണ് ഒരുക്കിയിട്ടുള്ളത്. പുലർച്ചെ 2:30 ആലുവ മണപ്പുറത്ത് പിതൃകർമ്മങ്ങൾ ആരംഭിക്കുക. മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. മണപ്പുറത്തെ ചെളിനിറഞ്ഞ ഭാഗങ്ങളിൽ പാറപ്പൊടിയും മെറ്റലുമിട്ട് ഭക്തർക്ക് നടക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്ര ദർശനത്തിനായുള്ള നടപ്പന്തൽ, ബാരിക്കേഡുകൾ, താൽക്കാലിക കൗണ്ടറുകൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. 61 ബലിത്തറകളാണ് ഒരുക്കിയിട്ടുള്ളത്. രാവിലെ ഭക്തർക്ക് ദേവസ്വം ബോർഡിന്റെ അന്നദാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 20 CCTV ക്യാമറ നിരീക്ഷണ വലയത്തിലാണ് മണപ്പുറം. പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആലുവയിൽ 500ഓളം പോലീസുകാരെ വിന്യസിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച അവലോകന യോഗം ജില്ലാ പോലീസ് മേധാവി M ഹേമലതയുടെ അധ്യക്ഷതയിൽ നടന്നു. ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും തടയുന്നതിന് ഡാൻസ് ഓഫ് ടീമിനെ വിന്യസിക്കുന്നുണ്ട്. ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ പിതൃതർപ്പണത്തിന് എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കടവുകളിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പോലീസ്, ഫയർഫോഴ്സ് ഇവരുടെ ഏകോപനത്തോടുകൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എല്ലാവിധ പ്രവർത്തനങ്ങളും ചെയ്യുന്നതായിരിക്കും. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിൽ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പെരുമ്പാവൂർ ചേലാമറ്റം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലിതർപ്പണം പുലർച്ചെ തന്നെ തുടങ്ങും. ഉച്ചയ്ക്ക് 1 മണി വരെയാണ് തർപ്പണത്തിന് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ജനം, കൊച്ചി.